എന്നിട്ട് ഇവിടെയൊക്കെ ഭയങ്കര ഒരു ഭീകരാവസ്ഥയായിരുന്നു. ഞാനിവിടുന്ന് ഒളിച്ചോടിയതാണ്. അങ്ങനെ ആർന്ന് ഇവരെ കൈകാര്യം ചെയ്തത്? ഇവർക്കെതിരായിട്ടാണ് ഈ റിപ്പോർട്ടുകളും ന്യൂസുകളും ഒക്കെ അധികം വന്നിട്ടുണ്ട്. ഈ ലോക്കൽ ഫോറസ്റ്റുകാർ തുടക്കം മുതലേ തലവേദനയാണ് സമരക്കാർക്ക്. സമരക്കാർ അവർക്കും തലവേദന. എൻ്റെ ഒരു വിലയിരുത്തൽ ഇത് തീവ്രവാദികളുടെ മാവോയിസ്റ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദികളുടെ ബാക്കിങ് ഇതിനുണ്ട്. ഇത് എത്രയും വേഗം ഇല്ലായ്മ ചെയ്യണം. അങ്ങനെയൊക്കെ മിക്കവാറും ആൻ്റണിയുടെ തലയിൽ കയറിയിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെയൊക്കെ ഭയങ്കര ഒരു ഭീകരാവസ്ഥയായിരുന്നു. ഞാനിവിടുന്ന് ഒളിച്ചോടിയതാണ് ആ സമയത്ത്. ആ ദിവസം ഞാനിവിടെ ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വന്നവരൊക്കെ സുരേന്ദ്രനെ അവർ പിടിച്ച്. അപ്പോൾ പുറമേ നിന്നുള്ളവർ സ്ക്രൂ ചെയ്തിട്ട് അല്ലെങ്കിൽ അവർ പ്രോത്സാഹനം കൊടുത്തിട്ടാണ് ഈ സമരം നടക്കുന്നതെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ അത് വേറെ ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കിടന്നിട്ട് കളിക്കുകയാണ്. അപ്പോൾ പുറമേ നിന്ന് വരുന്നവരൊക്കെ ഒരു നോട്ട് ഇട്ടു. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെന്നെ കൊണ്ടുപോയി. വെറുതെ ഒരു കാര്യമില്ലാതെ ഈ നാടികളുടെ തന്തയില്ലാത്തവന്മാരുടെ തല്ലുകൊള്ളേണ്ട കാര്യം എന്താന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമുള്ള കാര്യത്തിനിടയിൽ ഇടിയും മേടിച്ച പ്രശ്നമൊന്നുമില്ല. ഇത് ചുമ്മാ. അങ്ങനെ ഞാനിവിടുന്ന് രാത്രി അന്ന് ബസ് നിർത്തിയിട്ടില്ല. ഞാൻ പോയ ദിവസം അവസാനത്തെ ദിവസമാണ് എനിക്ക് പറയുന്നത്. പിന്നെ ഒരു ബസ്സും കിടത്തി വിടാതെ ഇതിൽ ബസ്സുണ്ട് മൈസൂറിന് പോണു. അങ്ങനെ ഒരു രാത്രിയിലുള്ള ബസ് കയറി ഞാൻ പോയി. അവിടത്തേക്ക് ഒരു ടൈറ്റായി വരുവാണ്. ഈ പ്രദേശം അങ്ങോട്ട് ടെററൈസ് ചെയ്തിട്ട് കംപ്ലീറ്റ് പോലീസുകാരെ കൊണ്ട് വളഞ്ഞ് ആരെയും അടുപ്പിക്കില്ല. റോഡ് വരെ ബ്ലോക്കാക്കി ആൾ യാത്ര വിടില്ല. അങ്ങനെ ഞാൻ കടന്നു പോയതാണ് കഷ്ടിച്ച്. ഞാൻ ബാംഗ്ലൂർ പോയിക്കൂടി. പിന്നെ കുറേ ശാന്തമായ പിന്നെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് 1-2 മാസം കഴിഞ്ഞ പിന്നെ തിരിച്ചു വന്നതെന്നാണ്. ഈ രാഷ്ട്രീയക്കാരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടല്ലോ, ഈ പാർട്ടിക്കാരും ഇവരൊക്കെ എതിരാണ്. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അനുയായികളും ഉണ്ട് ഇവിടെ. പാർട്ടിയുടെ പിന്നെ സെറ്റപ്പുകൾ ഇവിടെയുണ്ട്, ബ്രാഞ്ച് ഒക്കെ. അപ്പോൾ അവർ വരെ അവരൊക്കെ സമരത്തിനെതിരാണ്. അങ്ങനെ ആർന്ന് ഇവരെ കൈകാര്യം ചെയ്തത്? ഇവർക്കെതിരായിട്ടാണ് ഈ റിപ്പോർട്ടുകളും ന്യൂസുകളും ഒക്കെ അധികം വന്നുകൊണ്ടിരുന്നത്. അപ്പം അതിൽ ഒരു അവസരത്തിൽ ഇവിടെ എനിക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ട് ബന്ധമുണ്ടാകും. അവരുമായിട്ടുള്ള അപ്പോൾ അതിൽ ഒരു മാഷുണ്ടായിരുന്നു. പുള്ളി ഇപ്പോഴും ഉണ്ടെങ്കിൽ പേരെന്താ. അപ്പോൾ പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും പുള്ളിയും വേറെ 2-3 പേരുണ്ടായിരുന്നു. സുരേന്ദ്രനുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് 5-6 ആളെ ഉണ്ടായിരുന്നുള്ളൂ. 5-8 ആൾ ഞങ്ങൾ കൂടിയിട്ട് ഞങ്ങളൊരു ന്യൂസ് കൊടുത്തു മാതൃഭൂമിയിൽ. ന്യൂസ് കൊടുത്തു, ഇത്രയേ ഉള്ളൂ. അതായത് ഈ സമരം എത്രയും വേഗം ലോക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഫോറസ്റ്റുകാരുടെ സംഘർഷമൊക്കെ ഗവൺമെൻറ് ഇടപെട്ടിട്ട് അത് ഒത്തുതീർപ്പാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് കൊടുത്തു. അത് പേപ്പറിൽ വരികയും ചെയ്തു. അപ്പോൾ അതിന് അവർ വ്യാഖ്യാനിച്ചത് നമ്മൾ ഈ സമരത്തിനെതിരാണെന്നുള്ള രീതിയിലാണ്. നമ്മളെതിരായിട്ടല്ല, ഇത് ശാന്തമായിട്ട് ഇപ്പോൾ ആദിവാസികളുടെ പ്രശ്നമാണ് തീർക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് അനുകൂലമായിട്ട് നിന്ന് ഇപ്പോൾ ഈ ഒരു പ്രാവശ്യം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ ഇവിടെ വന്നിട്ട് അവിടെ ഞങ്ങൾ കയറി അവരെ ഇറക്കി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ പാർട്ടിയുടേതായിട്ട് എന്തോ ഒരു സംഗതി ഇവിടെ പ്ലാൻ ചെയ്തവർ. പക്ഷേ ലോക്കലായിട്ടുള്ള ആളുകൾ ആദിവാസികളല്ലേ, ഒരു കൂടിയില്ല. അവർ മാറി നിന്നു.
അപ്പോൾ അവർക്കറിയായിരുന്നു. അതായത് അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റഡി ക്ലാസ് ഇതിനൊക്കെ ചെറുപ്പക്കാരെയൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവസാനം ആദിവാസിക്ക് ആദിവാസി മാത്രമേ ഉണ്ടാവുള്ളൂ. പുറമേ നിന്നൊക്കെ പോയി നിങ്ങൾ പാർട്ടിയൊക്കെ കൂടി നിങ്ങൾ പാർട്ടിക്കാർ തീരുമാനം അങ്ങനെയല്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ തന്നെയാണ്. അങ്ങനെ ഒരു ചെറിയ അവയർനെസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആദിവാസികൾ തന്നെ ഇതിന് അവരെ അടിച്ചിറക്കാൻ പോകാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, അവരതിന് തയ്യാറായില്ല. ഇവിടെയുള്ളവർ തയ്യാറായില്ല. യഥാർത്ഥ ന്യൂസ് ഇവർക്ക് കിട്ടണില്ലല്ലോ. നടന്നുകൊണ്ടിരുന്നത് പലതും അവർ അതേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫോറസ്റ്റുകാരുമായിട്ടുള്ള സംഘർഷത്തിലാണ് അധികം ന്യൂസും വന്നത്. ഈ ലോക്കൽ ഫോറസ്റ്റുകാർ തുടക്കം മുതലേ തലവേദനയാണ് സമരക്കാർക്ക്. സമരക്കാർ അവർക്കും തലവേദന. അപ്പം അങ്ങനെ ആ ഒരു സംഘർഷം ആ സമരകാലത്ത് മുഴുവനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ന്യൂസുകൾ വരുന്നത് എന്താണെന്നാവും, സത്യാവസ്ഥ ആദിവാസികളുടെ ചില പത്രങ്ങളൊക്കെ ചില മാധ്യമങ്ങളൊക്കെ അവർ ന്യായമായിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ഇപ്പോൾ ജാനുവിനെ പറ്റിയുള്ള വാർത്തകൾ അവരെവിടെ നിന്ന് ഫണ്ട് സംഘടിപ്പിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുള്ള അട്ടിമറിക്കാനുള്ള ന്യൂസുകൾ അധികവും മാധ്യമങ്ങൾ അധികവും ആദിവാസികൾക്കെതിരാണ്. ഇത് ഒരു അതിക്രമമാണ് ഇവർ കാണിക്കുന്നത്. അതുപോലെ അവർ കയറിയിരിക്കുന്ന അവിടെയാണ്. അവിടെയൊക്കെ കയറി വന്യമൃഗ സംരക്ഷണ കേന്ദ്രം പിന്നെ ഉണ്ടാവുമോ? അവിടെയൊക്കെ വിട്ടുകൊടുത്താൽ പിന്നെ ആ രീതിയിലുള്ള വ്യാഖ്യാനം. എൻ്റെ ഇപ്പോൾ ഓർമ്മ ശരിയാണെങ്കിൽ പ്രസ് മാധ്യമങ്ങൾ അധികവും എതിരാണ്. പിന്നെ ഇടയ്ക്ക് മുടനുമൊക്കെ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടവരും ഇത് ആദിവാസികളെ മൊത്തത്തിൽ കാണണം, അവർക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്, അങ്ങനെ ജാനുവിന് അനുകൂലമായിട്ടുള്ള കുറേയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു സമീപനം ആദിവാസികളോട് വേണ്ടായിരുന്നു. അത് ആൻ്റണി വിചാരിച്ചിരുന്നെങ്കിൽ, മുഖ്യമന്ത്രി വിചാരിച്ചെങ്കിൽ സമാധാനപരമായിട്ട് ഇത് കൈകാര്യം ചെയ്യാമായിരുന്നു. അങ്ങനെയുള്ള അഭിപ്രായങ്ങളും പ്രസ്സിൽ വന്നിട്ടുണ്ട്, മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് അവർക്ക് അനുകൂലമായിട്ട് വന്നില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അങ്ങനെയാണ്, ഇവർക്ക് എതിരായിട്ടാണ് അധികവും വന്നത്. അന്ന് ഈ സുരേന്ദ്രൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. സുരേന്ദ്രൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു സുഭാഷാണ്. അയാൾ നിലമ്പൂർ ഭാഗത്തേക്കാണ്. പുള്ളിയുടെ കൂടെ അന്ന് ഇവിടെ ഉണ്ട് പുള്ളി. അപ്പോൾ പുള്ളി ഈ കുറേ ഇതിൻ്റെ ഷൂട്ട് ചെയ്തു. എന്നിട്ട് ആ ദിവസങ്ങളിൽ ചില ടി വിയിലൊക്കെ അത് കാണിച്ചല്ലോ, ഇല്ലേ? ഓർമ്മയുണ്ടോ? അത് ഇങ്ങനെ കിട്ടിയതാണ്. ഇങ്ങനെ ഷൂട്ട് ചെയ്യണത് ഇവർ പിടിക്കുമായിരുന്നു. ഈ CBI എന്താണെന്ന് നടക്കണേ, അവരുടെ ഏജൻസികളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നടന്നത് പുറത്തു വരരുതല്ലോ. ആ ക്രൂരതയുടെ ചിത്രങ്ങളൊന്നും പുറത്തു വരരുത്. കുറച്ച് ഫുള്ള് വന്നിട്ടില്ല, കുറച്ച് വന്നത് ഇങ്ങനെ കടത്തിയതാണ്. സുഭാഷ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത്, സുഭാഷ് അതെനിക്കറിയാവുന്നതാണ്. അറിയാവുന്ന ആരോ ഉണ്ടായിരുന്നു, വേഗം കൈമാറി ആ കാസറ്റ് കൈമാറിയിട്ട് ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകണ എങ്ങനെയോ അവർ മെയിൻ റോഡിലെത്തിച്ചു. അതിലെ പോണൊരു ബസ്സിൽ കൂടെ കടത്തി വിട്ടു. അങ്ങനെ കടത്തിക്കൊണ്ട് വന്ന ആ ഒരു വിഷ്വലേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. വേറെ ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു അവർ. അങ്ങനെ കിട്ടിയത് ഇങ്ങനെയാണ്. സുഭാഷ ആ പിടിച്ച ആൾ എനിക്ക് ശരിക്കറിയാം. എൻ്റെ പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനാണ്. അവൻ കൈരളിയിലായിരുന്നു ജോലി എന്നവന്. അങ്ങനെ പുള്ളി പിടിച്ചുകൊണ്ട് പോയി. പുള്ളിക്ക് അതിന് എന്തൊക്കെയോ ഇതായെന്ന് തോന്നുന്നു. ഒരു സമർത്ഥമായിട്ടുള്ളൊരു മൂവായിരുന്നു, അല്ലെങ്കിൽ അതും അറിയില്ല. അപ്പം അങ്ങനെയാണ് ഓരോ സംഗതികൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ഭയങ്കര ക്രൂരമായിട്ടുള്ളൊരു സമീപനമാണ് ഗവൺമെൻറ് എടുത്തത്. ഞാൻ ഇപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ആൻ്റണി ഒരു പൊക്കിപ്പറിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന അവനൊരു കള്ളനാണെന്നാണ്. അവൻ ഈ പറയണ പ്രൊജക്റ്റ് ചെയ്യുന്ന കണക്ക് ലീഡർഷിപ്പോ സാധാരണക്കാരുടെ കാര്യത്തിൽ ഇല്ല.
അല്ലെങ്കിൽ അവന് വലിയ ആത്മാർത്ഥതയുള്ള ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അന്ന് അവന് വേണമെങ്കിൽ അവൻ എവിടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ ഇവിടെ സംഘടിച്ചിങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഇവിടെ വന്നൊന്ന് അന്വേഷിച്ചു കൂടായിരുന്നോ? ഒന്നും അറിയാതെ അവന് ഓർഡർ കൊടുത്ത് അവസാനം ഒരു വെടിവെച്ചാണ് തീർത്ത്. അപ്പോൾ ഇത് വിനയുണ്ടാക്കിയത് അവനാണ്, മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഇത് പരിഹരിക്കാമായിരുന്നു. ഇവിടെ ഒന്ന് ചർച്ച ചെയ്ത് വേണ്ട സംഗതികൾ. അതിന് മുമ്പ് അയാൾ ചെണ്ട കൊട്ടാനോ പിടിക്കാനൊക്കെ പോയിട്ടുണ്ടല്ലോ ആദിവാസികളുടെ കോളനികളിൽ. ഇവിടെ ഈ ഇത്രയും വലിയ പ്രശ്നം വന്നപ്പോൾ ആളില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തിങ്ങനെ ഇയാൾ കളിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ വന്നപ്പോഴും ഇവരുടെ കൂട്ടത്തിലൊന്നും ചെണ്ട കൊണ്ട് കൊട്ടത്തക്ക രീതിയിലൊരു സൗഹാർദ്ദപരമായിട്ടുള്ള, അപ്പോൾ എനിക്കറിയാൻ പാടില്ല അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫീഡ് എന്താണെന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ ആൻ്റണി കംപ്ലീറ്റ് എതിരായി. ആ ജനത്തിന് നേരെ വെടിവെക്കാനാണ് അയാളെല്ലാം ഉത്തരവ് ഇടുന്നത്. ആത്യന്തികമായിട്ട് അയാളുടെ ഓർഡർ ഇല്ലാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വെടിവെക്കാൻ പറ്റുമോ? അയാൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നേരെ തിരിച്ചത് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഒരു വിലയിരുത്തൽ ഇത് തീവ്രവാദികളുടെ മാവോയിസ്റ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദികളുടെ ബാക്കിങ് ഇതിനുണ്ട്. ഇത് എത്രയും വേഗം ഇല്ലായ്മ ചെയ്യണം. അങ്ങനെയൊക്കെ മിക്കവാറും ആൻ്റണിയുടെ തലയിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് സ്റ്റെപ്പ് എടുത്തിട്ടാണെങ്കിലും അവരെ ആട്ടിയിറക്കുക അവിടുന്ന്. അപ്പോൾ അതോടുകൂടി മൊത്തം സമരം തീരുമല്ലോ. ജാനുവിൻ്റെ സമരവും തീരും, കയ്യേറ്റവും തീരും, എല്ലാം തീരും. അങ്ങനെ അവർ കണക്ക് കൂട്ടിയത്. പക്ഷെ അവർ വിജയിക്കുകയും ചെയ്തു. പിന്നീട് ഇങ്ങനെ ചരിത്രത്തെ ഫോളോ ചെയ്യാനുള്ള ചില സംഭവങ്ങളുള്ളതുകൊണ്ട് ചില മാധ്യമങ്ങളും ഒക്കെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് കണ്ടിട്ട് റിപ്പോർട്ടുകളും ആർട്ടിക്കിൾ എഴുതാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ജാനു സമരത്തിൻ്റെ പ്രസക്തി പിന്നീടൊക്കെയാണ് സമൂഹം മനസ്സിലാക്കുക. അന്നും ജാനുവിനെയൊക്കെ തല്ലി മോഹമൊക്കെ വീർത്ത് ടി വിയിലൊക്കെ വന്നല്ലോ. വളരെ ക്രൂരമായിട്ടുള്ള പെരുമാറിയത്. വേറെ ഏത് രാഷ്ട്രീയക്കാരൻ സമരം ചെയ്യുമ്പോൾ അവൻ്റെയൊക്കെ ചെകിടകത്ത് അടിച്ചു പൊട്ടിച്ച് വീർത്ത് വരും. ഏതെങ്കിലും ആളുകളോട് ഇവർ ചെയ്യുമോ? ഈ പാവപ്പെട്ട ജനത്തോടായതുകൊണ്ടല്ലേ ചെയ്ത്. അവർക്ക് ലീഡർഷിപ്പ് കൊടുത്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്. അതിന്നും വളരെ വ്യക്തമാണ്, നമുക്ക് അനലൈസ് ചെയ്തെടുക്കേണ്ടതേ ഉള്ളൂ ഈ ജനത്തെ അവരെങ്ങനെയാണ് കാണുന്നതെന്ന്. ഇത് പലപ്പോഴും ഞാൻ ഇവരുമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അവസാനം നമ്മുടെ പ്രശ്നം മനസ്സിലാക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ സംഗതി പോക്കാണ്. അതവർക്ക് ഒരു പരിധിവരെയൊക്കെ മനസ്സിലായി. പിന്നെ ഒരു സംഘടിത പ്രസ്ഥാനവും ഇല്ലല്ലോ ഇങ്ങനെ നിൽക്കണേ. ഇവരുടെ ഇടയിലുള്ളത് ഇപ്പോൾ എന്നെപ്പോലെയുള്ള ചിന്താഗതിയുടെ ഇതുകൊണ്ടുള്ള റിഫ്ലക്ഷൻസിലൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുമായിരിക്കും. മറ്റ് സ്ഥലങ്ങളിൽ അതും വരില്ല. ഈ NGO സ്റ്റൈലിൽ പോയി ആളുകളെ നന്നാക്കി എടുക്കാമെന്ന് വിചാരിക്കണമെങ്കിൽ അവരിങ്ങനെയുള്ള ചിന്ത വരെ കൊടുക്കില്ല. അപ്പം ഞങ്ങൾ ശരിക്കും തീവ്രവാദമൊന്നുമല്ല, ന്യായത്തിൻ്റെ രീതിയിൽ നമ്മൾ ഇഷ്ടംപോലെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് ബോധ്യം വന്നിട്ടുമുണ്ട്. ഞാനിങ്ങനെ ചർച്ച ചെയ്തിട്ട് ഇപ്പം നമ്മുടെ മില്ലിലെ ഒരു പയ്യൻ, അവൻ മാർക്സിസ്റ്റുകാരനാണ്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള 2 പ്രാവശ്യം മാർക്സിസ്റ്റ് പാർട്ടി. ഇവൻ സാവധാനം ആ പാർട്ടിയിൽ നിന്ന് അകന്നു വയ്ക്കുക. അപ്പോൾ മനസ്സിലായി, കൂടുതൽ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരനെ പ്രത്യേകിച്ച് ആദിവാസികളുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ഒരു പുല്ലും ഉണ്ടാവില്ല. വെറുതെ വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്നതാണ്. അത് ആളുകൾക്ക് വിദ്യാഭ്യാസം ചിന്തിച്ച് വരുമ്പോൾ അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സമരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കാണണം. ആദ്യം ഈ ക്ഷേമസമിതി ഉണ്ടാക്കാൻ നമ്മുടെ ഈ പയ്യൻ അവൻ ക്ഷേമസമിതിയായിട്ട് വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആദിവാസികളുടെ പ്രശ്നം അവർ എത്ര ആത്മാർത്ഥത ജെന്യുവനാണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇത് പാർട്ടിക്ക് പരിഹരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പുതിയ പ്രസ്ഥാനം വേണം ആദിവാസികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്കറിയാൻ പാടില്ല അവരുടെ ഇടയിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചിന്തയുള്ളവരുണ്ടോ. ഇതൊക്കെ ഇങ്ങനെയുള്ളത് തുടങ്ങി എന്നുള്ളത് ശരിയാണ്. അപ്പോൾ തത്വത്തിൽ പറയുമ്പോൾ ഭയങ്കര സംഭവങ്ങളുമാണ്. പക്ഷെ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നിന്ന് അവരുടെ ഏതെങ്കിലും അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതിയിട്ടുള്ളതോ നേടിയെടുത്തിട്ടോ ഏതെങ്കിലും അവകാശങ്ങൾ നേടിയെടുത്തിട്ടോ ഉള്ളതായിട്ടുള്ള ഒരറിവും ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ട്. അതിൽ നിന്ന് അവരുടെ ആളുകൾ ചോർന്നു പോകാതെ ഉള്ള ഒരു കളിയായിട്ടാണ് ഞാൻ കാണുന്നത്.
ഒരു പ്രസ്ഥാനവും ഇല്ല. അത് ആദിവാസികൾ യഥാർത്ഥത്തിൽ ഒരു NGOയും ഇല്ല, ആരുമില്ല. ഇവരെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അതൊരു പ്രത്യേക സംസ്കാരമാണ്. അപ്പോൾ എന്നെപ്പോലെയുള്ളവർ ഇങ്ങനെ ചെയ്യുന്ന എനിക്കിത് ഫുള്ള് മനസ്സിലായെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. അങ്ങനൊരു ലോകമുണ്ട്, നമ്മൾ മറ്റുള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത, അതിനൊക്കെ അതീതമായിട്ടുള്ള, അതിലൊക്കെ വളരെ ഭിന്നമായിട്ടുള്ള ഒരു ലോകവും ഒരു ചിന്താഗതിയും ഒരു സംഭവമാണ് കൂടി ഉള്ളതെന്നുള്ള അത് അവരുടെ വിശ്വാസം മുതൽ ജീവിതത്തിൻ്റെ ആകെത്തുക നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു പ്രത്യേക യുണീക്ക് ഗ്രൂപ്പാണിത്. ഗോത്ര ചിന്താഗതി, ഗോത്ര സമൂഹം എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞല്ലോ. ഇത് ഞാൻ അന്ന് വിലയിരുത്തി പറഞ്ഞത് നമ്മളൊരു 50 വർഷമെങ്കിലും പുറകോട്ട് പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരെ ബോധവൽക്കരിച്ച് വിദ്യാഭ്യാസം നേടി അങ്ങനെ പയ്യെ ഇവരെ തൊടാൻ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ അവർ തൊടണമല്ലോ, അത് വരണം. അത് ഇനി നമ്മളുമായിട്ട് സഹകരിക്കണമെങ്കിൽ, പഴയ ആ ഒരു ഇതിലേക്ക് വരണമെങ്കിൽ 50 വർഷം 50-25 ഞാൻ എവിടെ റിഫ്ലക്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞാണ്, അത്രയും വർഷങ്ങൾ നമ്മൾ പുറകോട്ട് പോയി. അപ്പം അത്രയും കൂടെ ഇവർക്ക് പേടിയാണ്. അല്ലെങ്കിൽ 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് അവർ നമ്മുടെ കൊടുത്ത് കൂടുതൽ എന്തെങ്കിലും വിളിച്ചാൽ, ഇപ്പം എന്തെങ്കിലും സമരത്തിന് വിളിക്കുമോ, അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മളെ തന്നെ, അതായത് നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും കാണേണ്ട ഒരു ബാരിയറുണ്ട്. നമ്മളെ തന്നെ വ്യത്യസ്തരായിട്ടാണ് അവർ കാണുന്നത്. അവരെ നമ്മളും വ്യത്യസ്തരായിട്ട് കാണണമെന്ന് ഞാൻ പറയണേ. അപ്പോൾ അവർ നമ്മളെ കാണുന്നത് എന്തെന്നാ, അവരുടെ അനുഭവം മുഴുവനും വാസ്തവത്തിൽ നെഗറ്റീവാണ്. പണ്ടുണ്ടായിരുന്ന ചേട്ടന്മാരെന്ന് ക്രിസ്ത്യാനികളെ വിളിക്കുന്നത്, ഇവിടെ ബന്ധപ്പെടുന്ന പുറമേ എന്നുള്ള അതേ ആളുകൾ ക്രിസ്ത്യാനികൾ. ഒന്നും അല്ലെങ്കിൽ പണിക്ക് വിളിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കോഴിയോ കാലിയോ ഒക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ അതും അവർ ലാഭം ഉണ്ടാക്കാനായിട്ട് അങ്ങനെ അവർ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അപ്പോൾ ഒരു വിശ്വാസം വരുന്നു. അങ്ങനെയാണ് ഇവർ പുറമേ നിന്ന് വരുന്നവർ. നമുക്കങ്ങനെ ഗുണം ചെയ്യാൻ വരുന്നവരല്ല, എന്തെങ്കിലും മുതലെടുപ്പിന് വരുന്നവരാണെന്നുള്ള അനുഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആ അനുഭവം പുറകോട്ട് പോയെന്ന് ഞാൻ പറയണേ. നേരത്തെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മളോട് പെരുമാറിയിരുന്നെങ്കിൽ, കുറച്ചുകൂടി അടുത്ത് പെരുമാറിയിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ആ അടുപ്പം കുറച്ച് കുറഞ്ഞ് സംശയദൃഷ്ടി കുറച്ചുകൂടെ കൂടും. അങ്ങനെ ഒരു അവസ്ഥ വന്നു. ശേഷം അതേ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണത്. പുറകോട്ട് പോയി ഇത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ സമരം, ഇപ്പോൾ തലമുറകൾ പെട്ടെന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ അങ്ങനെ അതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തവർക്ക് ഇപ്പോൾ വയസ്സൊക്കെ ആയി. പിന്നീട് അങ്ങനെ ഡയറക്റ്റായിട്ടുള്ള അനുഭവം അല്ലല്ലോ, പറഞ്ഞു കേട്ടിട്ടും അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് കുറേയൊക്കെ മേക്കപ്പ് ചെയ്ത് പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അതൊരു, പക്ഷെ അന്ന് ഒരു പ്രശ്നം തന്നെയായിരുന്നത്. ഇവരെ അടുത്ത് ഇവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഇതിന് അടി പറ്റിയിട്ടുണ്ട്. മുത്തങ്ങ സമരത്തിന് ഇവരുമായിട്ട് വളരെ അടുത്ത് പെരുമാറിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതോടുകൂടി കഴിഞ്ഞുപോയി. ഞങ്ങൾ ഒരു പണിയ കോളനി എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് നോക്കിയതാണ്. അപ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, അതായത് വെറും പ്രോജക്റ്റല്ല, അവരൊക്കെ ഇൻവോൾവ് ആക്കിക്കൊണ്ട് അവരുടേതായിട്ടുള്ളൊരു അത് ജോയിൻ്റ് ആയിട്ടുള്ളൊരു ആട് വളർത്തലാണ്. 13-14 വീട്ടുകാരുണ്ടായിരുന്നു ആ കോളനിയിൽ. അതിൽ 8-9 വീട്ടുകാർ കൂടി ഇതിനകത്ത്. അപ്പോൾ അവരുടെ എല്ലാം കൂടി ആയിട്ട് ഒരു ആട് വളർത്തൽ. അപ്പോൾ പൊതുവായിട്ടുള്ള വലിയൊരു ഷെഡ് ഉണ്ടാക്കി മുള കൊണ്ട് ഈ പിന്നെ കടുവയൊക്കെ കയറാത്ത രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇതുണ്ടാക്കാം. അങ്ങനെ ഞങ്ങൾ വലിയൊരു കൂടുണ്ടാക്കിയിട്ട് ആട് വളർത്തി. കാനറ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് ആടുകളെ മേടിച്ച് ഓരോരുത്തർക്കും കൃത്യ എണ്ണം ഞാൻ ഓർക്കുന്നില്ല, ഓരോരുത്തർക്കും 8-10 ആട്, അങ്ങനെ 9 വീട്ടുകാർ ഒരു ആട് വളർത്തൽ. അപ്പോൾ
അവരുമായിട്ട് ഞങ്ങളുടെ ശൈലി എന്താണെന്ന് വെച്ചാൽ അവരുമായിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, സഹകരിച്ച് പ്രവർത്തിക്കുക. അവരും മനുഷ്യരാണ്, അവർ ഇടപഴകാനുള്ള ഒരു ഇത് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ഒരു വളരെ അടുപ്പമുള്ളൊരു കോളനി ഉണ്ടാകും. പക്ഷെ അവിടെ പിന്നീട് ഒരു കടുവ വന്ന് കടുവ കയറിക്കളഞ്ഞു. അത് ഈ മട്ടല വലിച്ച് പൊളിച്ച് കയറി ഒരു 10-15 ആടുകളെ പരിക്കേൽപ്പിച്ചു. അതോടുകൂടി അവർക്ക് മടിയായി. അങ്ങനെ അപ്പോഴത്തേക്കും കുറേ കൊല്ലങ്ങളായിരുന്നു. സ്കീം നഷ്ടമല്ലായിരുന്നു, ലാഭം തന്നെയായിരുന്നു. കടമൊക്കെ വീട്ടി സുന്ദരമായിട്ട്. പിന്നെ കുറച്ച് പൈസ ബാങ്കിൽ ബാലൻസും ഉണ്ടായിരുന്നു ഓരോരുത്തർക്കും. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു ഇനി അത് നിർത്താം. അപ്പോൾ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ചില റെസ്ട്രിക്ഷൻസൊക്കെ വന്നു. ആടുകളെ അത് ഓരോ ഇവർ മാറുമ്പോൾ ലോക്കലായിട്ടുള്ള സ്റ്റാഫ് മാറി വരുമ്പോൾ ഓരോ സ്റ്റണ്ട് ഇറക്കും അവർ. അങ്ങനെ എന്തോ ടെൻഷനൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ 10-15 വർഷം ഓടി അത് കഴിഞ്ഞ് കൊടുത്തു. അപ്പോൾ അവരുമായിട്ട് വളരെ ഇടപഴകിയ ഒരു സംഭവമായിരുന്നു. ആ സമയത്തല്ല, അത് കഴിഞ്ഞിട്ട് ഉടനെ ഇത് നടക്കുന്നത്, ഈ ജാനു സമരം. അപ്പോൾ അത്രയും ഞാൻ അടുത്ത് പെരുമാറിയിട്ടുള്ള അവരുടെ ഇടപഴകിയിട്ടുള്ള അനുഭവങ്ങൾ പടിയ വിഭാഗമായിട്ട് എനിക്ക് കുറവാണ്. ഇൻഡിവിജ്വൽ കേസസ് ഉണ്ട് അടുത്ത് പെരുമാറുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അവരെ അത് ബാധിച്ചെന്നാണ്. ഈ ആരുടെ കൂട്ടത്തിൽ ഇവർക്കിങ്ങനെ പോയിട്ടുള്ള ശീലമുള്ളല്ലോ, സ്വന്തം ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ ആരെങ്കിലും വിളിക്കുമ്പോൾ പോയി കഴിഞ്ഞാൽ അതത്ര സുരക്ഷിതമല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, അവരേത് കുഴി കൊണ്ട് നമ്മൾ ചാടിക്കുമെന്ന് അറിയാൻ പാടില്ല എന്നുള്ള ചിന്തയൊക്കെ അവർക്ക് വന്നു. അപ്പോൾ അങ്ങനെ പണ്ടത്തെ പോലെ അതിന് മുമ്പിലത്തെ പോലെ കണ്ണുടച്ച് അങ്ങനെ ഇറങ്ങൂല. അവർക്ക് അവരുടേതായിട്ടുള്ള റിസർവേഷൻ ഉണ്ടായി. കുറച്ച് നാളത്തേക്ക് അത് കൊടും പരാജയമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടതും വിലയിരുത്തപ്പെട്ടതും. അത് പ്രത്യേകിച്ച് ഇവർ ഈ തീവ്രവാദം കൊണ്ടുവന്നു. ഈ തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ സംഗതി അല്ല. ഇവിടെ ഈ മാവോയിസ്റ്റുകൾ പണ്ട് മുതൽ ബന്ധപ്പെടാൻ ഒന്നാണ്. അപ്പോൾ ആ രീതിയിൽ അത് ചിത്രീകരിച്ചു. പ്രസ്സൊക്കെ അതിന് പ്രോത്സാഹനം കൊടുത്ത് അങ്ങനെ ചിത്രീകരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് ഇതിനോട്. അപ്പോൾ ഈ സമരത്തെ ഒരു പോസിറ്റീവായിട്ടല്ല പൊതുവെ കണ്ടത്. പക്ഷെ അങ്ങനെ കണ്ടവർ എക്സെപ്ഷണലാണ്, അങ്ങനെ കണ്ടവരില്ല എന്നല്ല ഞാൻ പറയും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്തെന്നാ ഒരു പരാജയമായിട്ട് തന്നെയാണ് പലരും വിലയിരുത്തിയതും കണ്ടതൊക്കെ. ഒരു ശല്യം അങ്ങോട്ട് തീർന്നു. മാവോവാദികളുടെ ഒരു കടന്നു കയറ്റത്തെ ചെറുത്തു. അങ്ങനെയൊക്കെയാണ് അന്ന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചൊതുക്കാൻ പറ്റി. ഒരാളെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നെങ്കിൽ തന്നെ അങ്ങനെ ഒരു വിലയിരുത്തലായിരുന്നു കുറേ കാലത്തേക്ക്. പിന്നീട് എനിക്ക് തോന്നണേ അതൊരു ചരിത്ര സംഭവമായിട്ട് കാണാൻ കൂടുതൽ ആളുകൾ തയ്യാറായി. അതിൻ്റെ സത്യം മനസ്സിലായതോടുകൂടി അങ്ങനെ പിന്നീട് അതൊരു ഒരു മുത്തങ്ങയുടെ ആദിവാസികളുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു സംഭവമായിട്ട് ഇപ്പം അങ്ങനെ അതിനെ വിലയിരുത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഒരു വലിയ സംഭവമായിരുന്നത് ജാനുവിൻ്റെ നേതൃത്വത്തിൽ നടന്നത് ഒരു ആദിവാസികളുടെ മുന്നോട്ട് പോക്കിലൊരു വലിയ സംഭവമായിട്ട് അംഗീകരിക്കുന്നത്. അതങ്ങനെ അല്ലായിരുന്നു അന്ന്, അത് നേരെ തിരിച്ചായിരുന്നു. അപൂർവം ചില ആളുകൾ ചില പ്രസ്ഥാനങ്ങൾ അങ്ങനെ പോസിറ്റീവായിട്ട് കണ്ടു കാണും.